الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا آثارهم وكل شيء أحصيناه في إمام مبين. صدق الله. സത്യവിശ്വാസികളായ സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി ശ്രദ്ധിച്ച് വിശ്വാസം നിലനിർത്തി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുക. ആ നിലയ്ക്ക് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരുടെ ജീവിതം പല ആളുകൾ പല രൂപത്തിലാണ് വിലയിരുത്തിയത്. 2 ഘട്ടമാണ്, 3 ഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടം, പിന്നീട് മരണശേഷമുള്ള മറ്റൊരു ഘട്ടം, അതല്ലാതെ ഗർഭത്തിലിരിക്കുന്ന, അതായത് നമ്മുടെ ജനനത്തിന് മുമ്പുള്ള ഒരു ഘട്ടം എന്നുള്ള നിലക്കും അങ്ങനെ 3ാമതൊരു ഘട്ടം കൂടി ചില ആളുകൾ കണക്കാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അവരുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഈ ജീവിതത്തിലെ ഈ ഘട്ടത്തിൽ ഇവിടെയാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അവസരം നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്റഅ എന്നൊക്കെ പറഞ്ഞു. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മസ്റഅത്താണ്, കൃഷി സ്ഥലമാണ്, കൃഷി ചെയ്യാനുള്ള സമയമാണ്, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. അതായത് നിരന്തരമായി പ്രവർത്തിക്കാനുള്ള ഒരു കാലം എന്നുള്ള നിലക്കാണ് ഈ ജീവിതത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ശ്വാസം നിലച്ചാൽ ഈ ജീവനുള്ളിടത്തോളം കാലം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ശ്വാസം നിലക്കുന്നതോടുകൂടി അത് ക്ലോസ് ആയി, പിന്നെ പ്രവർത്തിക്കാനുള്ള യാതൊരു അനുമതിയില്ല. അവധി എത്തിയാൽ പിന്നെ ഒരു നിരക്കുമുള്ള ചിന്തിക്കൽ, മാറ്റിവെക്കൽ അവിടെ ഇല്ല. അപ്പൊ ശ്വാസം നിരക്കുന്നത് വരെയാണ് ഒരു മനുഷ്യന് പ്രവർത്തിക്കാനുള്ള ഘട്ടമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ്, സഹാബികളൊക്കെ ഏകദേശം ഐക്യകണ്ഠേന അംഗീകരിച്ചു വന്നിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായി വന്നിട്ടുള്ള, എപ്പോഴും സുപരിചിതമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസാണ് ഇദാ മാത്തൽ ഇൻസാൻ, അല്ലെങ്കിൽ ഇദാ മാത്ത ഇബ്നു ആദം എന്ന രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതാ അൻഹു അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു. മരിക്കുന്നതോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്ന സംഭവം അവിടെ നിന്നുപോയി. ഇല്ലാ പിന്നെ സലാസ, പിന്നെ ബാക്കിയാകുന്നത് 3 എണ്ണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന്റെ പ്രവർത്തനങ്ങളിൽ അതിന് അവന് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളാണ്.
ആദ്യമായി പദ്ധതി ഇല്ലാമിൻ സ്വദഖത്തിൻ ജാരിയ, ഒഴുകുന്ന സ്വദഖ, ഒഴുകുന്ന ദാനം, അല്ലെങ്കിൽ നിത്യേന നിലനിന്നുകൊണ്ടിരിക്കുന്ന ദാനം, അതല്ലാതെ അല്ലെങ്കിൽ വിജ്ഞാനം, അതുകൊണ്ട് പിന്നീട് ഇങ്ങനെ ഉപകാരം കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ആ നിലയ്ക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിജ്ഞാനം വീണ്ടും അവന്റെ ഉപകാരപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവന്റെ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്താനം, ഒരു നല്ല കുട്ടി, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുണ്ടെങ്കിൽ അത് പിന്നീട് ഉപകാരപ്പെടുക. ആ പ്രവർത്തനമാണ് പിന്നെ അവൻ എങ്ങനെ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുക. അതുവരെ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം കിട്ടില്ല എന്നല്ല, പിന്നീടും അവന് പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന കാര്യം എന്നുള്ള നിലയ്ക്ക് അവന്റെ പ്രവർത്തനമായി അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത് പറഞ്ഞതാണ് ഞാൻ അടിവര എഴുതുന്നത്, ഇല്ലാതെ സ്വദഖത്തിൻ ജാരിയ, നിരന്തരമായി നിലക്കാത്ത മുടങ്ങാത്ത ദാനം. പലപ്പോഴും അതിന്റെ മറ്റൊരു വേർഷനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വഖഫ് എന്നുള്ളത്. ഇപ്പൊ പത്രങ്ങളിലൊക്കെ എപ്പോഴും വഖഫ് എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വദഖത്തുൻ ജാരിയ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ വഖഫ് എന്ന് പറയുന്ന പദം വന്നിട്ടില്ല. സഹാബത്തോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വഖഫ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് ഇസ്ലാമികമായ ഈ സാങ്കേതിക പ്രയോഗങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്ന ഒരു പദമാണ് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് വിശദീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: തഹ്ബീസുൽ അസ്ലി വ തസ്ബീലുൽ മൻഫഅ. അതിന്റെ അസ്ലി അവിടെ വെക്കുകയും എന്നിട്ട് അതുകൊണ്ടുള്ള ഉപകാരം, അതിന്റെ മൻഫഅത്ത്, അതിന്റെ പ്രയോജനം മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി നൽകുകയും ചെയ്യുക. അടിസ്ഥാനപരമായി അതവിടെ നിലനിർത്തിയിട്ട് അതിന്റെ ഉപയോഗം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ദാനത്തെയാണ് ഈ വഖഫ് എന്ന് പറയുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നത്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മരണശേഷവും ഒരു മനുഷ്യന് എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ദാനം ചെയ്യുക. അതായത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതവന് മരണത്തിന് ശേഷവും നിരന്തരമായി അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് എന്തായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പൊ അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് സമർപ്പിക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് നശിച്ചു പോകാത്ത. ഇപ്പൊ ഭക്ഷണം വഖഫ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. ഭക്ഷണം അല്ലെങ്കിൽ അതിൽ പാനീയം എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു പോകുന്നതാണ്. അപ്പൊ നിലനിൽക്കുന്ന രൂപത്തിലുള്ള സമ്പത്താവട്ടെ, അത് ധനമാവട്ടെ, അല്ലെങ്കിൽ സ്ഥാപനമാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളാകട്ടെ, എന്താണെങ്കിലും ശരി, അത് ദാനമായി നൽകിയിട്ട് അതിന്റെ ഉപകാരം നിരന്തരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കാൻ പറ്റാം. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക, സ്വതക്കയായി നൽകുക. പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, അതേപോലെ തന്നെ മറ്റു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ നിരന്തരമായി അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ ബിൽഡിംഗ് ആയോ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷി എന്നുള്ളതിലേക്ക് എന്തെങ്കിലും അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലോ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരുപാട് ദാനങ്ങളെ, സ്വദഖത്തുൻ ജാരിയയായി വരുന്ന ഒരുപാട് ദാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതായി ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഖൈബർ എന്ന് പറയുന്ന ഒരു ജൂതന്മാരുടെ ഒരു ഭാഗം ഒന്നിച്ച് മുസ്ലിങ്ങളുടെ അധീനത്തിൽ വരികയുണ്ടായി. ആ സമയത്ത് ഖൈബറിലെ ഒരുപാട് സമ്പത്ത് മുസ്ലിങ്ങൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടി. അങ്ങനെ കിട്ടിയ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഖൈബറിൽ നിന്ന് കിട്ടിയ ഈ സമ്പത്ത് ഞാനിങ്ങനെ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇൻ ശിഅ്ത ഹബ്ബസ്ത അസ്ലഹ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ അസ്ല്, അതിന്റെ ഒറിജിൻ അത് അവിടെ വെക്കുകയും എന്നിട്ട് അതിന്റെ ഉപകാരം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം മറ്റുള്ളവർക്ക് കിട്ടുന്ന രൂപത്തിൽ
അതിനെ നിരന്തരമായി പോഷിപ്പിച്ചുകൊണ്ട് തന്നെ നീ അതിനെ കൈകാര്യം ചെയ്യുക എന്ന രൂപത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ആ ഫൈബറിൽ നിന്ന് കിട്ടിയ സ്വത്ത് ആളുകൾക്ക് ഉപകാരത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് കുറച്ച് നിബന്ധനകൾ വെച്ച് എന്താണെന്നറിയാം. ആ സ്വത്ത് വിൽക്കപ്പെടാൻ പാടില്ല, പിന്നീട് അത് വിൽക്കരുത്. അത് പിന്നീട് മറ്റൊരാൾക്കെങ്കിലും ദാനമായി കൊടുക്കാനും പാടില്ല. അനന്തരമായി പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ മക്കളോ വേറെ കുട്ടികളോ അത് എടുക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. അനന്തരമായി ആ സ്വത്ത് കൊടുക്കാനും പാടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തസദ്ദഖ ബിഹാ ഫിൽ ഫുഖറാഇ وفي القربى وفي الرقاب وفي سبيل الله وفي السبيل والضيف എന്നിങ്ങനെ ആ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു അത് ദരിദ്രന്മാർക്കിടയിൽ, അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കിടയിൽ, അതേപോലെ അടിമകൾക്കിടയിൽ, അതേപോലെ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്നുള്ളത്, അതേപോലെ വഴിപോക്കരായ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അതിഥികളായി വരുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അങ്ങനെയൊക്കെ അത് ദാനമായി അതിന്റെ ഉപകാരം നൽകുകയുണ്ടായി. അതിന്റെ ഒരു മുത്തവല്ലിയായി അതിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് മകൾ ഹഫ്സയെ ഏൽപ്പിച്ചു എന്നും ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അത് നോക്കി നടത്താൻ, ആളുകൾക്ക് ഉപകാരപ്പെട്ട രൂപത്തിൽ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണമല്ലോ. അത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു എന്നും. എന്നിട്ട് ഇതിന്റെ അവസാനം ഇങ്ങനെ കൂടെ പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കുന്നുവെങ്കിൽ, ആ സ്വത്ത് കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ന്യായമായി അവർക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അയാൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാം, ആവശ്യക്കാരായ ആളുകൾക്ക് അതിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് പൈസ ഉണ്ടാക്കരുത്. ആളുകൾക്ക് ഉപകാരത്തിന് വേണ്ടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇതിന്റെ മുത്തവല്ലിയായി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ആ നിബന്ധനത്തിലാണ് കാണുന്നത്. അപ്പൊ അതിന്റെ നിബന്ധനകൾ പലരും ശ്രദ്ധിക്കുക. അത് പിന്നീട് വിൽക്കാനോ അല്ലെങ്കിൽ അനന്തരാവകാശങ്ങൾക്ക് കൊടുക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ദാനം ചെയ്യാനൊന്നും പാടില്ലാത്ത രൂപത്തിൽ അതിന്റെ ഉപകാരം പൊതുവായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നൽകുക എന്നതാണ്. ഈ വഖഫ് ചെയ്യുന്ന ആൾ പറയാറുള്ളത് പലപ്പോഴും വാഖിഫ് എന്നാണ്. വാഖിഫാണ് അത് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളാണ് സാങ്കേതികമായി മുത്തവല്ലി എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. ഏത് കാര്യത്തിന് വേണ്ടിയാണോ വഖഫ് ചെയ്തത് അതിന് മൗഖൂഫ് അലൈഹി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പഴയ കാലത്ത് നമുക്കറിയാം വഖഫ് ചെയ്ത ഒരുപാട് സ്വത്ത് പള്ളികൾക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ടായിരുന്നു, മദ്രസകൾക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ടായിരുന്നു, യതീംഖാനകൾക്ക് അനാഥാലയങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ കന്നുകാലികൾക്ക് വേണ്ടി വരെ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിൽ കന്നുകാലികൾക്ക് മേഞ്ഞ് തിന്നാൻ വേണ്ടിയിട്ട് പറമ്പ് അങ്ങനെ സ്വത്ത് വഖഫ് ചെയ്ത ആളുകൾ, അതൊക്കെ ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഏറ്റവും പുണ്യകരമായ കാര്യങ്ങൾ എന്നുള്ളവർക്ക് തന്നെ അത് കണക്കാക്കപ്പെടുന്നു. അതേപോലെ തന്നെ യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി സത്രങ്ങൾ, യാത്ര ചെയ്യുന്ന ആളുകൾ, ദൂരെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തൊക്കെ നടന്നു പോവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് വാഹനമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് വീടുകൾ പണിത് ആ സത്രങ്ങൾ ആളുകൾക്ക് വഖഫായി നൽകുന്ന ഉദാരമതികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ വഖഫ് ചെയ്യുന്നത് എന്നും പുണ്യകരമായി ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കപ്പെടും എന്ന് ഇസ്ലാം പഠിപ്പിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്. പടച്ചോൻ പറയുന്നത് നാം മരിച്ചവരെ ജീവിപ്പിക്കും, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തും. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ചെയ്ത പ്രവർത്തനം മാത്രമെന്നല്ല, അതിന്റെ പ്രതിഫലനങ്ങളും അതിന്റെ പിന്തുടർച്ചയായി വരുന്ന കാര്യങ്ങളും അതിൽപ്പെട്ടതാണ് ഈ കാര്യം എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. മുഫസ്സിറുകളൊക്കെ പറയുന്നത് അതായത് ഇത്തരം ജാരിയായ സ്വതക്ക അത് ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്തുന്നു, പിന്നെ അതിന്റെ ഫലമായി ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലാഹു
കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നാം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ രേഖയിൽ ഇതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന നന്മകളുടെ നല്ല 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 പ്രതിഫലങ്ങൾ അതുകൂടി അള്ളാഹു പിന്നീട് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി മലക്കുകൾ അതിന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിലെ മറ്റായത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിന് വീണ്ടും വീണ്ടും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നിലച്ചു പോകാത്ത രൂപത്തിൽ അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ചീത്ത കാര്യമാണ് ചെയ്തതെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളും ഇതുപോലെ തന്നെയാണ്. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത് കേട്ടോ, എന്ന് പറഞ്ഞത് ഒരു മനുഷ്യർ വേണ്ടാത്ത പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ആളുകളെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തെറ്റിലേക്ക് പോവുകയും നിരന്തരമായി വീണ്ടും വീണ്ടും ആ തെറ്റ് കാണുകയും അല്ലെങ്കിൽ അത് കേൾക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുന്നുവെങ്കിൽ ആ ആളുകളുടെ തെറ്റിന്റെയൊക്കെ ഒരു ശിക്ഷയും ഇയാളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, പ്രത്യാഘാതങ്ങളും ചിലപ്പോൾ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലങ്ങൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം മരണശേഷവും ലഭ്യമായി കൃത്യമായി അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്ന ആളെ കണ്ടവർക്ക് അവന് നൽകും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ പൊതുവായി ഇങ്ങനെ ദാനം ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ എന്ന് പറയുന്ന ആയത്ത്. എന്താ ആയത്ത് പറയുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നൽകുന്നത് വരെ നിങ്ങൾ പുണ്യകരമായ രൂപത്തിൽ നിങ്ങൾ ദാനം ചെയ്യുന്നവരായി തീരുന്നില്ല. നിങ്ങൾക്ക് പുണ്യം കിട്ടുകയേ ഇല്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കണം നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിച്ചാലേ നിങ്ങൾക്ക് പുണ്യം ലഭിക്കൂ എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ബൈറുഹ തോട്ടമാണ്. ഒരുപാട് തോട്ടങ്ങളുടെ വലിയൊരു സമ്പന്നനായ ഒരു ഉടമയാണ് അബൂ തൽഹ എന്ന് പറയുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബിയോട് കൊണ്ട് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പ്രവാചകൻ പലപ്പോഴും ആ തോട്ടത്തിൽ വന്നിരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ തണലിൽ ഇരിക്കുകയും അവിടുത്തെ പഴങ്ങൾ പറിച്ചുകൊടുക്കുകയും പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടം എന്നുള്ള നിലയ്ക്ക് അബൂ തൽഹയുടെ കൈവശമുള്ള ആ തോട്ടം അദ്ദേഹം പറഞ്ഞു, ഞാൻ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും മനോഹരമായ തോട്ടല്ലേ എങ്കിൽ പ്രവാചകൻ എങ്ങനെ പറയുന്നത്? നീ അത് നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ദാനം ചെയ്യുക. നിന്റെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ നീ ദാനം ചെയ്യുക. അപ്പൊ അങ്ങനെ വഖഫ് അഹ്ലിയ എന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയുള്ള വഖഫ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വഖഫാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരായ ആളുകൾക്ക് എന്നൊന്നും ഉപകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ദാനമാക്കി മാറ്റാം. അങ്ങനെ വഖഫ് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തത് എന്ന് വിശദീകരിക്കപ്പെടുന്നു. ഇതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മുസ്ലിങ്ങളെ ഹിജ്റ ചെന്നപ്പോൾ മദീനയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് കുറച്ച് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് വെള്ളം ശരിക്കും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ, കിട്ടാത്ത അവസ്ഥ. അങ്ങനെ റൂമ എന്ന് പറയുന്ന ആ കിണറിൽ നിന്ന് പലപ്പോഴും ഗോതമ്പ് അതിന് പകരമായി കൊടുക്കുകയും എന്നിട്ട് ഒരു കപ്പ് വെള്ളം വാങ്ങുകയും അത് ഉപയോഗിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നിരുന്നു. പൈസ എന്നല്ല, അത് സാധനങ്ങൾ കൊടുത്ത് വാങ്ങുകയായിരുന്നു ചെയ്യുന്നത്. ഒരു ജൂതന്റെ മക്കളായിരുന്നു ആ കിണർ, റൂമ കിണർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് വാങ്ങണം, എന്നിട്ട് അത് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ആകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധമാവുകയും ആ റൂമ കിണർ റൂമ അത് വലിയ വില കൊടുത്ത്, നമുക്ക് ഏറ്റവും വലിയ വില കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങുകയും മുസ്ലിങ്ങൾക്ക് ദാനമായി നൽകുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു. അതങ്ങനെ മുസ്ലിങ്ങൾക്ക് വ്യാപകമായി എന്നേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് പ്രയോജനപ്പെടുകയുണ്ടായി എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പൊതുവായും അതേപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ ഇത്തരം ദാനങ്ങൾ ചെയ്തിരുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇത് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വഖഫ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ പലപ്പോഴും ഈ
ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങള് അതൊക്കെ പലപ്പോഴും വഖഫ് ചെയ്ത അവസ്ഥ ഉണ്ടാവും. ജാറത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും അനാചാരങ്ങൾ നടക്കുന്ന അതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പഴയ കാലത്ത് പല ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും അറിയാത്തതിന്റെ പേരിൽ. അത്തരം വഖഫുകൾ മാറ്റി ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വാഖിഫിന് ആരാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണോ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അത് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ മാറ്റി വഖഫ് ചെയ്യുകയും അത് ഉന്നതമായ രൂപത്തിലാണ് എന്ന്, അതായത് ഖുർആനും സുന്നത്തിനും യോജിച്ച രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ അത് പണ്ഡിതന്മാരെ ആവശ്യപ്പെടുന്നത്. അതായത് ഇത്തരം തെറ്റായ രൂപത്തിലാണ് വഖഫ് ചെയ്തിട്ടുണ്ട്. റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിൽ ഖബറ വഅൻ യുബന അലൈഹി വഅൻ യുഖാദ അലൈഹി. ഖബർ കുമ്മായിടുക അല്ലെങ്കിൽ അതിന്റെ ഇരിക്ക അവിടെ വളക്കെത്തിക്ക എല്ലാം മുസ്ലിം വിരോധിച്ചതാണ്. പഴയകാലത്ത് ആളുകളൊക്കെ പലപ്പോഴും അറിയാതെ ഖബറിന് വളക്ക് കത്തിക്കാൻ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്ത ആളുകളുണ്ട്. അറിയാത്ത രൂപത്തിൽ പലപ്പോഴും അതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് വിചാരിച്ച് ചെയ്ത ആളുകളുണ്ടാവും പലപ്പോഴും. ഇത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് ആരെങ്കിലും വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഓട്ടോമാറ്റിക് അത് മാറ്റി സ്ഥാപിക്കാം. ഇത് മാത്രമല്ല, പലപ്പോഴും വഖഫ് സ്വത്ത് തന്നെ ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് അത് കിടക്കുന്നതെങ്കിൽ ആ വഖഫ് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ഉമറിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി പിന്നീട് വഖഫ് ചെയ്ത പള്ളി, ആ പള്ളിയുടെ സ്ഥലം ഒന്നിച്ച് പിന്നെ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് മാറ്റിയാണ്, ആ മാർക്കറ്റ് ഒന്നിരുന്ന ഭാഗം പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നോക്കി വഖഫ് അങ്ങനെ മാറ്റുന്നതിനോ അതിന്റെ പ്രയോജനം ആ രൂപത്തിൽ മാറ്റുന്നതിനോ ഒന്നും യാതൊരു വിരോധവുമില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായി കാണാൻ കഴിയും. ഏതായാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നമ്മളുടെ ഈ പ്രവർത്തന ഘട്ടത്തിൽ, നമ്മുടെ ഈ ദുനിയാവിലുള്ള ഈ ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത്തരം പ്രതിഫലം കിട്ടാനുള്ളതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ദാനം ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും, ശരിയാണ്. പക്ഷെ പലപ്പോഴും ആ ദാനത്തിന്റെ പ്രതിഫലം തന്നെ എടുത്തു പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള റിയാദിൽ വരുന്നത് കൊണ്ടോ നഷ്ടപ്പെടും. പക്ഷെ ഇത്തരം വഖഫുകൾ, വഖഫായിട്ട് ചെയ്യുന്ന ദാനം എന്നെന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കിട്ടുന്നതും അത് മരണാനന്തരം കിട്ടുകയും പിന്നീട് പരലോകത്ത് വലിയ പ്രതിഫലമായി നമുക്ക് മാറുകയും ചെയ്യുന്നത് പഴയ കാലത്തുള്ള ആളുകളൊക്കെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവരം പലർക്കും ഇല്ല എന്ന് മാത്രമല്ല, വഖഫ് എന്നൊക്കെ പറയുമ്പോൾ അതാണെന്തോ നമുക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ് എന്നൊക്കെ തോന്നുന്ന രൂപത്തിൽ അതിനെ അവഗണിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്ന സംശയിച്ചു പോവുകയാണ്. ഏതായാലും പുതിയ തലമുറയിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളിവിടെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് വേണം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ പട്ടിണിയാക്കരുത്, കുടുംബത്തെ കഷ്ടപ്പെടുത്തരുത്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ബർസഖിയായ ജീവിതത്തിലേക്ക്, നമ്മുടെ ആഖിറത്തിലേക്ക് ഒരു തണലായി, തുണയായി, നമുക്ക് ഒരു തണിയായി ഉണ്ടാകാൻ എന്തുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായി നമ്മുടെ മനസ്സിന്റെ വിചാരം വേണം. അതനുസരിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ശ്രമം, കാര്യമായ ശ്രമം തന്നെ. അപ്പൊ ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടി എന്റേതായ കൊടുത്തിട്ടുണ്ട്. അത് ആ യതീം മക്കൾ അതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ ഖുർആൻ പഠിക്കുന്ന ആ കുട്ടികൾ അതാ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മരണശേഷവും ആ കുട്ടികൾ അത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി പള്ളിക്കാവട്ടെ, മനുഷ്യർക്കാവട്ടെ, സ്ഥാപനങ്ങൾക്കാവട്ടെ അങ്ങനെയൊക്കെ നൽകിയിട്ട് അത്തരം പ്രതിഫലം ലഭ്യമാകുന്നവരുടെ പ്രവർത്തനം ഉൾപ്പെടാനുള്ള ആ ശ്രദ്ധയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആഖിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, പിന്നെ എന്തായാലും ആഖിറത്തിലേക്ക്, ആ ആഖിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്യുകയും അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുകയും വിശ്വാസത്തോടെ അവന്റെ പ്രവർത്തനം തീർച്ചയായും അഭിനന്ദനാർഹമാണ്, അള്ളാഹു സ്വീകരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏതായാലും നമ്മിൽ നിന്ന് അത്തരം ചിന്തകൾ ഉണ്ടാകണം, അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടാനുള്ള ആ ചിന്തയും ആ ശ്രദ്ധയും നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
أيها الناس أوصيكم وإياي ثانيا بتقوى الله. പഠിച്ചത് പറയാനുള്ള കൽപ്പനകൾ ജീവിതത്തിൽ കൃത്യമായി അറിഞ്ഞ് പകർത്തി വിശ്വാസത്തോടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗിന്നസ് അറിയപ്പെട്ടിട്ടുള്ള ഒരു വലിയ വഖഫ് 1997 സൗദി അറേബ്യയിലെ ഷെയ്ഖ് സ്വാലിഹ് അർ-റാജിഹി എന്ന് പറയുന്ന മനുഷ്യൻ 2 ലക്ഷം ഈത്തപ്പനകളുള്ള ഒരു വലിയ തോട്ടം അദ്ദേഹം വഖഫ് ചെയ്തതാണ്. അത് 2 ഹറമുകളിലും ഇഫ്താർ നടത്താനും അതേപോലെ തന്നെ അതിന്റെ വരുമാനം ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുമായി അദ്ദേഹം വഖഫ് ചെയ്തതാണ്. അറിയപ്പെടുന്ന ഏറ്റവും വലിയ വഖഫ് എന്നുള്ള രൂപത്തിൽ ഇന്ന് നമ്മുടെ ഈ കാലത്തുള്ളത്. ഏതായാലും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് വഖഫ് ചെയ്തതാണ്. നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ നോക്കിയാൽ ഇന്ത്യയിലെ മൊത്തം വഖഫ് സ്വത്തുക്കളെ പറ്റി പറയുന്നത് 8 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലായി വഖഫിന്റെ സ്വത്തായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ 1995 വഖഫുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ആ ആക്ടിൽ നിന്ന് വ്യത്യസ്തമായ ചില ഭേദഗതികൾ ഇപ്പോ ഇതിന്റെ പാർലമെന്ററി സമിതി കൂടുകയും അതിന് ചില ഭേദഗതികൾ നിർദ്ദേശിക്കുകയും പലപ്പോഴും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ചില ഭേദഗതികളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുന്നേ ഉള്ളൂ, പാർലമെന്റിലേക്ക് അത് വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കുകയും എങ്ങനെയാണ് ജനാധിപത്യ രൂപത്തിൽ അതിനോട് പ്രതികരിക്കേണ്ടത് അത് മനസ്സിലാക്കി അത് പ്രതികരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. ഇപ്പൊ വഖഫ് ബോർഡ്, അതേപോലെ തന്നെ സെൻട്രൽ വഖഫ് കൗൺസിൽ, വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ 32 വഖഫ് ബോർഡുകൾ ഇന്ത്യയിലുണ്ട്. ഒരു സംസ്ഥാനത്തിന് വഖഫ് ബോർഡ്, പിന്നെ സുന്നി വഖഫ് ബോർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വഖഫ് ബോർഡുകൾ 12 വഖഫ് ബോർഡുകൾ. അതിനൊക്കെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന സെൻട്രൽ വഖഫ് കൗൺസിൽ, ഇതിന്റെ ഒക്കെ തലപ്പത്ത് മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവിടെ അമുസ്ലിങ്ങളായ 2 പേർ നിർബന്ധമായും ഉണ്ടാകണം എന്നൊക്കെ ഭേദഗതി വരാനിരിക്കണം. അതൊക്കെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികൾ. അതൊക്കെ എത്ര കണ്ട് വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ ഉപകാരപ്പെടും എന്നത് നമ്മൾ മനസ്സിലാക്കും. എന്തായാലും ഇതിനൊക്കെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിയുകയും അതിന്റെ പ്രതികരണം നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഒരു സാമുദായിക ധ്രുവീകരണവും അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പും ഒക്കെ ആയിരിക്കാം അതിന്റെ പിന്നിലുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും വഖഫ് എന്ന് പറയുന്ന ഈ പുണ്യകരമായ കാര്യമായി പരമാവധി ബന്ധപ്പെടാനും തലമുറകളെ ബന്ധപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ സാരഥികളിൽ ഒരാളായ എം മുഹമ്മദ് മദനി നമ്മോട് വിട പറഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് അദ്ദേഹമൊക്കെ ഇവിടെ കേരളത്തിൽ പ്രസംഗിച്ച് നടന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം ആഖിറത്തായിരുന്നു, പരലോക വിശ്വാസം, മരണാനന്തര ജീവിതം. ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു ഉടമയായിരുന്നു അദ്ദേഹം. ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് നേതൃത്വം നൽകുകയും ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളും നന്മകളും അള്ളാഹു സ്വീകരിച്ച് നമ്മളെ പരലോകത്ത് ഉപകാരപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തെ ഏറ്റവും നല്ല സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമുക്കിടയിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർക്ക് അള്ളാഹു അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നമുക്ക് മുമ്പേ വിടവാങ്ങി പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, സഹോദരി സഹോദരങ്ങൾ, അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ.
അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.